അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ വിശുദ്ധനായിരിക്കണം. ഒന്നാമതായിട്ട് നമ്മൾ വിശുദ്ധരാകുന്നത് എന്തിനാണെന്നാണ് ഞാൻ പറഞ്ഞത്. വിശുദ്ധരാകുന്നത് കർത്താവ് നമ്മളെ വിളിച്ചവൻ വിശുദ്ധനാണ്, അതുകൊണ്ട് നമ്മളും വിശുദ്ധരായിരിക്കണം. അപ്പോൾ അവിടെ നമ്മളൊരു എക്സ്പ്ലനേഷൻ കണ്ടു. വിശുദ്ധൻ്റെ കാലുകളെ ദൈവം കാക്കുന്നു. നമുക്ക് വചനത്തിൽ ഒത്തിരിയും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിന്റെ കാല് കല്ലിൽ തൊട്ടിപ്പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. വിശുദ്ധനെ ദൈവം കാക്കുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ഈ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ ആര് നിൽക്കും എന്ന് 1 ശമൂവേൽ 6:20 നമ്മൾ വായിച്ചു. പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടുന്ന പരിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധി ഇല്ലെങ്കിൽ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനൊക്കത്തില്ല. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത്, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരായിരിക്കണം. ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത്, നമ്മുടെ ജീവിതത്തെ ഒന്ന് ഒരുക്കുവാൻ കഴിയുന്നെങ്കിൽ അത് ഒത്തിരി നമ്മുടെ സ്വർഗവാസത്തിന്, സ്വർഗീയ പ്രവേശനത്തിന്, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ ഒത്തിരി പ്രയോജനപ്പെടും. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു, ക്രിസ്തുവിനുള്ളവരായിരിക്കണം. കാരണം എന്താ? ക്രിസ്തു ദൈവത്തിനുള്ളവനാണ്. ക്രിസ്തു ദൈവത്തിനുള്ളവനാണെങ്കിൽ ക്രിസ്തുവിനുള്ളവരായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളും ദൈവത്തിനുള്ളവരായിട്ട് മാറും. നാലാമത്, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരായിരിക്കണം. അപ്പോൾ നമ്മൾ മുമ്പേ വായിച്ച വചനത്തിൽ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് മരിച്ചതുകൊണ്ടാണ് ഉയർപ്പിച്ച് സ്വർഗത്തിലാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരായിരിക്കണം. അഞ്ചാമതായിട്ട് നമ്മൾ കണ്ടു, ദൈവത്തിൽ നിന്ന് ജനിച്ചവരായിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ദൈവത്തിൽ നിന്ന് ജനിച്ച മക്കളായിരുന്നു. വചനം കേട്ട് വചനപ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണ് വചനത്താൽ ജനിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്താൽ ജനിച്ചവരായിരിക്കണം, ദൈവത്താൽ ജനിച്ചവരായിരിക്കണം. ആറാമത് പറയും, ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കുവാൻ തക്കവണ്ണം യോഗ്യതയുള്ള വിശുദ്ധ പുരോഹിതന്മാരായി പണിയപ്പെടണം. കാരണം ചുമ്മാതെ നമ്മൾ കഴിക്കുന്ന യാഗം ദൈവം സ്വീകരിക്കത്തില്ല. ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കാൻ വേണ്ടി നാം വിശുദ്ധരായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ പണിയപ്പെടണം. അല്ലാതെ നമ്മൾ വെറുതെ കുറച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഒരു യാഗമായി മാറുന്നില്ല, ദൈവത്തിന് പ്രസാദമുള്ളതായി മാറുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്രസാദമുള്ള യാഗം കഴിക്കുന്നവരായിരിക്കണം. ഏഴാമതായിട്ട് പറഞ്ഞു, ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മുദ്ര പ്രാപിച്ചവരായിരിക്കണം. വെളിപാട് പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 3 നമ്മൾ വായിച്ചു. എട്ടാമതായിട്ട് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചെന്നും എനിക്ക് വേണ്ടി ജീവിച്ചെഴുന്നേറ്റുവെന്നും ഉയർത്തെഴുന്നേറ്റുവെന്നും നാം വിശ്വസിക്കുന്നവരായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഇന്ന് മരിച്ചു കഴിഞ്ഞ് കർത്താവ് വരുമ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. നമ്മൾ അഥവാ कुछ भी यीशु मसीह के बारे में विश्वास नहीं करते हैं तो हम आज मर गया तो यीशु मसीह आने का समय हम जी उठेगा नहीं. इसके लिए हमें यीशु मेरे लिए मारा गया, मेरे लिए जीव उठा करके विश्वास करने का, और यीशु पिता के दाहिनी ओर मेरे लिए बैठा है पश्चाताप कर कर. तो ऐसा विश्वास में हम मर गया तो हम जीव उठेगा. और 9वीं वचन में लिखा, 9वीं बात बोल रहे, യേശു ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നവരാണ്. യേശു हमें जीव उठाकर स्वर्ग में बिठाया गया है. ये भूमि में हम जी रहे मगर हम स्वर्ग में बिठाया हुआ व्यक्ति है, स्वर्ग का वासी है, स्वर्ग का मेंबर है, स्वर्ग का पौरत्व हमारे अंदर है, हमारे पास है. क्योंकि हम यीशु के द्वारा जीव उठा गया, यीशु के द्वारा हमें पाप मोचन मिला, यीशु का जीवन मुझ में आया और मेरा जीवन यीशु में छुपा गया है. इसके लिए मैं स्वर्गवासी है. അവർ കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചു 3:1-4 വരെ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടണം.
നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ വെളിപ്പെടണം, നമ്മൾ അവിടെ കാണണം. അതിനുവേണ്ടിയാണ് നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്, നമ്മൾ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഫിലിപ്പി ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 21 നമ്മൾ വായിച്ചത് പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ എന്തുവാ അവിടെ വായിച്ചത്? ഫിലിപ്പിയർ 1:21 വായിച്ചത് എന്താണ്? क्योंकि मेरे लिए जीवित रहना मसीहा है। हाँ, मैं जीवित रहना मेरे लिए मसीहा है। हमारे लिए क्या है? पौलुस बोल रहे मेरे लिए मैं जीवित है, वो मसीहा है, मसीहा जीवित है, क्योंकि मैं नहीं जीवित है करके पौलुस बोल रहे, क्योंकि मेरा जीवन कभी से गया, अभी मेरे अंदर जो जीवन है वो यीशु का ही, मसीहा का ही जीवन है. ഈ ഒരു ചിന്ത നമുക്കുണ്ടോ? ये जो विचार हमारे अंदर आई क्या? मैं जीवित है, मैं जीवित है करके बोलकर घूमने वालों को आज पौलुसलीहा बोल रहे, पौलुसलीहा जीवित है, वो यीशु उनमें है, इसके लिए जीवित है, क्योंकि यीशु का जीवन देखकर यीशु हमें खरीदा गया है. यीशु का जीवन हमारे अंदर है, हम तो मर गया है. ഈ ഒരു വിചാരം നമുക്കുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിലേ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിന്ന് ഒരു നല്ല സ്വർഗീയവാസം വസിക്കുവാൻ, ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന് പ്രസാദമുള്ള മക്കളായി ജീവിപ്പാൻ നമുക്ക് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ പൂർണ്ണമായും നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. നമ്മളെന്താ പകുതി വിട്ടുകൊടുത്ത് ജീവിക്കുന്നവരാണ്. പകുതി നമ്മൾ നമ്മുടേതായുള്ള ജീവിതം, പകുതി ആ പ്രാർത്ഥനാ ജീവിതം. ഇപ്പം മൊത്തമായിട്ട് ക്രിസ്തുവിന് വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിൻ്റേതായി നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്, ക്രിസ്തുവായി മാറേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായും ക്രിസ്തുവിൻ്റേതായി തീരണം. ഒരു വചനം കൂടി ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെ സങ്കീർത്തന പുസ്തകം 15-ാം അധ്യായം നമ്മൾ വായിച്ചാൽ അവിടെ പറയുന്നു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ആര് നിൽക്കുമെന്ന് പറയുന്നുണ്ട്. സങ്കീർത്തനം 15:2 में लिखा है, निष्कलंकता से चलने वाला परमेश्वर के सामने खड़ा रहेगा. दूसरा चीज बोल रहे, धार्मिक നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കും. പഠിയേ ജरा 15 का, वो भी चिंता कर हम बंद करेंगे. वो जो खराई से चलता और धार्मिक के काम करता है और हृदय से सच बोलता है. हाँ, हृदय से सच बोलने वाला, धार्मिकता से जीने वाला, निष्कलंकता से जीने वाला परमेश्वर के तंबू में खड़ा रह सकते हैं करके उधर लिखा है. और उसका 3रा वचन में क्या लिखा है? जो अपनी जीभ से निंदा नहीं करता, നാവ് കൊണ്ട് കള്ളം പറയാത്തവൻ, मित्र की बुराई करता, मित्र की बुराई नहीं करने वाला, निंदा सुनता, जीभ से झूठ नहीं बोलने वाला, मित्र की बुराई नहीं करने वाला परमेश्वर के सामने खड़ा रह सकते. और 15 का 14 पढ़िए, 4 पढ़िए. वो जिसकी दृष्टि में निकम्मा मनुष्य तुच्छ है और जो यहोवा के धर्मियों का आदर करता है, जो शपथ खाकर बदलता नहीं, चाहे हानि उठानी पड़े. दुष्ट गलत रीति से चलने वाला है करके मालूम पड़ेगा तो उसके साथ खड़ा नहीं रहने का, उसको निंदा करने का करके उधर लिखा है.
दुष्टता करने वाला एक व्यक्ति है, प्रभु में उसको कोई इच्छा नहीं है, प्रभु के बारे में उसको कोई चिंता नहीं है, प्रभु में नहीं जी रहे करके एक व्यक्ति के बारे में हमें मालूम पड़ेगा तो उसके साथ ज़्यादा हमें व्यवहार नहीं करने का है। तो उसको निंदा करने का करके उधर लिखा है। और पर बोल रहा है परमेश्वर का भक्ति में जीने वाला लोग है करके मालूम पड़ेगा तो उसको मान सम्मान देने का करके लिखा है। और उसका कोई भी चीज के लिए हम कसम खाते हैं तो वो कसम के लिए जीवन भी देना पड़े तो भी कसम पूरा करने का करके लिखा है। कोई भी चीज के लिए हम कसम खाएगा तो वो कसम पूरा करने का करके लिखा है। भले हमारा जीवन जाएगा तो भी कसम को हम पूरा करने का है। സത്യം ചെയ്താൽ സത്യത്തിന് വേണ്ടി എന്ത് നഷ്ടം വന്നാലും മാറാത്തവനായിരിക്കണം. ഇപ്പൊ സത്യം ചെയ്താൽ ആ സത്യം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും ആ സത്യത്തിന് വേണ്ടി നിൽക്കാൻ ഇടയായിത്തീരണം. എന്ത് നഷ്ടം വന്നാലും. പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത് ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാത്തവൻ. हमारा द्रव्य हमारा पैसा ब्याज में नहीं देने वाला, नहीं देने का। परमेश्वर हमें संपत्ति देने वाला परमेश्वर है। हम ब्याज लेकर जीने का जरूरत नहीं है। और क्या लिखा है? कोई भी गलती नहीं किया है, ऐसा व्यक्ति को कोई ताड़ना पीटना दे रहे तो उसको उसके साथ पीड़ा अनुभव करने वाला लोगों के साथ खड़ा रहने का। जरा पढ़िए उसका 5वीं पढ़कर हम खत्म करेंगे। जो अपने रुपए ब्याज पर नहीं देता और निर्दोष की हानि करने के लिए घूस नहीं लेता है, जो कोई ऐसे चाल चलता है वो कभी ना डगमगाएगा। देखा तो परमेश्वर बोलते हैं ये गलत रीति से हमारा जीवन बिताने का नहीं इस दुनिया में। तो ये गलत रीति से हम ये दुनिया में जीने के बाद आकर प्रार्थना करने का समय परमेश्वर हमारे प्रार्थना के ऊपर प्रसन्न नहीं होएगा। इसके लिए हमें सोच समझकर परमेश्वर के वचन के अनुसार हमारे जीवन को आगे बढ़ाना मांगते करके परमेश्वर हमें आज सिखा रहे। तो परमेश्वर के सामने हमें खड़ा रहने का है। परमेश्वर के सामने खड़ा रहने का ही है। सबको उधर जाना है। तो उस खड़ा रहने का समय हम दुखी नहीं होने का। हमें कल हमने चिंता किया वैसा ही स्वर्गदूत पवित्र स्वर्गदूत के सामने से കുഞ്ഞാടിൻ്റെ മുന്നിൽ കൂടി വലിച്ചോണ്ട് പോയി നിത്യാഗ്നിയിൽ ഇടാനിടയാകരുത്. ഹല്ലേലൂയ. നമ്മളെ സ്വർഗത്തിൽ ആ വലിയ യേശുപ്രഭു സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ നമുക്ക് സിംഹാസനവും തന്ന് ഇരുത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. इसलिए हमें संभाल कर इस दुनिया में जीने का है, संभाल कर प्रभु का इच्छा के अनुसार हमें जीने का है। ये जीवन हमें नष्ट नहीं करने का है। इसके लिए परमेश्वर का इच्छा के अनुसार जीने के लिए हमें कृपा मिले, उसके लिए हम प्रार्थना करेंगे। സങ്കീർത്തനം 15 നമ്മൾ കണ്ടത് നിഷ്കളങ്കനായി നടക്കണം, നീതി പ്രവർത്തിക്കണം, സത്യം സംസാരിക്കുകയും ചെയ്യണം, നാവ് കൊണ്ട് കള്ളം പറയാത്തവനായിരിക്കണം, കൂട്ടുകാരന് ദോഷം ചെയ്യാത്തവനായിരിക്കണം. 15:14 പറയാണ് വഷളനെ നിന്ദ്യനായി തന്നെ എണ്ണണം, യഹോഭക്തന്മാരെ ബഹുമാനിക്കണം, സത്യം ചെയ്താൽ സത്യത്തിന് വേണ്ടി എന്തു നഷ്ടം വന്നാലും മാറാത്തവനായിരിക്കണം, ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാത്തവൻ, കുറ്റമില്ലാത്തവന് വേണ്ടി കൈക്കൂലി വാങ്ങാത്തവൻ. ഇങ്ങനെ ഒക്കെ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ നമുക്ക് യോഗ്യത ലഭിക്കുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുകയാണ്.
ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16 പറയുന്നുണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷ ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡമോഹം നിവർത്തിക്കുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരണം. അപ്പോൾ ജഡമോഹം അനുസരിച്ച് ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കത്തില്ല, ചെയ്യത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അപ്പോൾ നാം ചെയ്യുന്നു എങ്കിൽ, ജഡമോഹപ്രകാരം നാം ജീവിക്കുന്നു എങ്കിൽ, ആത്മാവിനെ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവിൽ നിറവില്ലാതെ ജീവിക്കുന്ന അവസ്ഥയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ആ അഭിഷേകത്തിൽ നിറയാതെ ജീവിക്കുമ്പോഴാണ് ജഡമോഹത്തിനു വേണ്ടി നാം ജഡമോഹം നിവർത്തിക്കാനായിട്ട് കടന്നു പോകുന്നത്. അതുകൊണ്ട് 17 പറയുന്ന ജഡാഭിലാഷ ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. അപ്പം ജഡാഭിലാഷം ആത്മാവിന് വിരുദ്ധമാണ്, ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാണ് എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ജഡമോഹത്താൽ ജീവിക്കുന്നവന് ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം? എല്ലാ നടപ്പിലും കർത്താവിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കണം എന്ന് ദൈവം പറയുകയാണ്. 24-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഗലാത്യ ലേഖനം 5:24 പറയുന്നത്, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ആത്മാവിനാൽ നടക്കുന്നു എന്ന് പറയുകയും ആത്മാവിനെ അനുസരിച്ച് നടക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവിടെ ദൈവവചനം പറയുന്ന ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ എന്താണ്? ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനുള്ളവരായി മാറുക എന്ന് പറഞ്ഞാൽ ജഡമോഹം വിട്ടുകളയുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നാം ഇന്നും ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നത്, ജഡത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ക്രിസ്തുവിനുള്ളവരല്ല എന്ന് അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികളാകരുത്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോര്, അല്ലെങ്കിൽ അവനങ്ങനെ ചെയ്തു, അവനെ പ്രാർത്ഥിച്ചത് ശരിയല്ല, അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി തെറ്റായ ചിന്തകളും തെറ്റായ അഭിപ്രായങ്ങളും ഒക്കെയും വരുന്നത്. അതാണ് പോര്. അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാ അഭിമാനികളായി ആകരുത്. അങ്ങനെയുള്ളവർ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരല്ല, വെറുതെ അഭിമാനികൾ, ഒന്നും ചെയ്യുന്നുമില്ല, ആത്മാവിനെ പ്രാപിച്ചിട്ടുമില്ല, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നുമില്ല, എന്നിട്ട് വൃഥാ അഭിമാനികളായിട്ട് ഞാൻ വലിയ ഭക്തനാണ്, ഞാൻ വലിയ ആത്മാഭിഷേകമുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ് വൃഥാ അഭിമാനിക്കുന്ന വ്യക്തിയായി ജീവിക്കാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ നാം വൃഥാഭിമാനികളാകരുത്. പോരുണ്ടാകാൻ പാടില്ല, അസൂയ ഉണ്ടാകാൻ പാടില്ല. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ ഈ വക തെറ്റ് കടന്നു വരികയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനുള്ളവരായിത്തീരണം, ദൈവത്തിൽ നിന്ന് ജനിച്ചവരായിത്തീരണം, ആത്മാവിൻ്റെ അഭിഷേകമുള്ളവരായിത്തീരണം. എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ നമുക്ക് യോഗ്യത ഉണ്ടാകുകയുള്ളൂ. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ യോഗ്യത പ്രാപിച്ച്
മുന്നോട്ട് പോകുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തു ഉയർത്ത് ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലിരിക്കുന്ന ഇരുത്തിയിടത്ത് ഇരിക്കുന്നവരായിരിക്കണം. അപ്പം ദൈവം നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണെന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പം നാം ആ സ്വർഗത്തിൻ്റെ ആ ഇരുത്തിയ ഇടത്ത് തന്നെയാണോ നാം ഇരിക്കുന്നത് എന്ന് നമുക്ക് ഈ ഭൂമിയിലെ ജീവിതത്തിൽ വെച്ച് ശോധന ചെയ്ത് നമ്മൾക്ക് ആ സ്വർഗീയവാസം ലഭിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്താൻ വേണ്ടി നാം കഠിന പ്രയത്നം ചെയ്ത് നാം അത് പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അത് ഈസിയായിട്ട് പ്രാപിക്കാൻ കഴിയുന്നതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ യോഗ്യത എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ കർത്താവിന് പ്രസാദമുള്ളതായി തീരുവാൻ ഇടയായിത്തീരട്ടെ. അതിനായിട്ട് ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും ഒരുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ മുമ്പിൽ ആർ നിൽക്കും? ഈ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ, പരിശുദ്ധനായ യഹോവയുടെ മുമ്പിൽ ആര് നിൽക്കും എന്നുള്ള ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ കർത്താവെ, ഞങ്ങളെ